നാം നല്ലൊരു ആത്മീകരായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കുക. ഗലാത്യലേഖനം 5:16 വായിക്കുമ്പോൾ, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുകയില്ല. 2, ദൈവവചനത്തെ മതിയാവോളം ഭക്ഷിക്കുക. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 15:16 ശ്രദ്ധിക്കൂ. ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. 3, ദൈവത്തോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക. കൊലോസ്യ ലേഖനം 4:2 പ്രാർത്ഥനയിലിട്ടിരിപ്പിൻ. ഫിലിപ്പ് ലേഖനം 4:6-7 ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുക, അതാണ് 4ാമത്തെ ഭാഗം. അപ്പോസ്തല പ്രവൃത്തി 5:29 വായിക്കുമ്പോൾ, മനുഷ്യരെക്കാൾ ദൈവത്തെ നാം അനുസരിക്കേണ്ടതാകുന്നു എന്ന് ദൈവവചനം പറയുന്നു. ദൈവം എന്തറിയിച്ചാലും അതിനെ അനുസരിപ്പാനും അറിയിക്കാനുമുള്ള താല്പര്യം ഉണ്ടാക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.